ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ചോദ്യത്തിന് അവരുടെ ഉത്തരം എന്താണെന്ന് നോക്കാനാണ്. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ചോദ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് തന്നെ മാരേജ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. സെക്കൻഡ്, മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എല്ലാം മാറി എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും. അതായത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ സെപ്പറേഷനാണ്, നിങ്ങളുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ അങ്ങനെയൊക്കെയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി ഈ മാരേജ് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ നിങ്ങൾക്ക് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ രണ്ട് ചോദ്യമാണുള്ളത്. അപ്പോൾ അവരുടെ ഉത്തരം എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടെയാണ് അവിടെ കടന്നു പോകുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം ഇവർക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. റൂഡായിട്ടുള്ള ബിഹേവാണ് ഈ സമയം ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദേഷ്യം കൂടുതലായിരിക്കുമെന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു സമയം ഇവർ മാരേജിനെ കുറിച്ചോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചോ കൂടുതലായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂണിയൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഡെസ്റ്റൈൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാരേജ് ചെയ്യും. പക്ഷേ ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ കഴിഞ്ഞു പോയതിന് ശേഷം മാത്രമായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് സമയമെടുക്കും ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ നിങ്ങൾ പേഷ്യൻസോടെ ഇരിക്കുക. മാരീഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ദേഷ്യത്തിലാണ്, ഈഗോയിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവർ നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നവും അവസാനിപ്പിക്കാനുള്ള ആ ഒരു മൈൻഡിലല്ല ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കും കുറച്ച് സമയമെടുക്കും എല്ലാം നേരെയായി വരാനെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 2 നമ്പറാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർക്ക് 2 ആഴ്ച, ചില ആൾക്കാർക്ക് 2 മാസം വരെ എടുത്തേക്കാം എല്ലാം നേരെയാക്കാനെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് അകന്ന് ദൂരെയാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ? മുന്നേ എല്ലാം നല്ലതായിട്ടായിരുന്നു പോയത്, പെട്ടെന്നാണ് പ്രോബ്ലം ഉണ്ടായി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും നല്ല രീതിയിൽ അവസാനിക്കുമോ, എല്ലാം പഴയതുപോലെ ആകുമോ എന്നാണ് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കാണാൻ വരത്തില്ല എന്നാണ് ഇവിടെ മെസ്സേജിൻ്റെ ആ ഒരു ആൻസറായിട്ട് കിട്ടിയിരിക്കുന്നത്. കാരണം കുറച്ച് സമയം എടുക്കും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 4 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന 4 ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തമ്മിൽ കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവർ ഒരു ട്രാൻസ്ഫർമേഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സമയം ഇവർ ഒരു ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു വൈബ്രേഷനിലല്ല ഉള്ളത്. ഞാൻ നേരത്തെയും പറഞ്ഞു, ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനുള്ള വൈബ്രേഷനിലല്ല നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇപ്പോൾ 4 ഡേയ്സ് അല്ലെങ്കിൽ 4 വീക്ക് ആകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കും പോലെ നിങ്ങളുടെ പേഴ്സൺ അതേപോലെയാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ, ഇവർ വളരെയധികം ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ നിങ്ങളോട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാത്തത്. ഉള്ളിൽ ഉണ്ട്, പക്ഷേ പ്രകടിപ്പിക്കാത്തത് അതുകൊണ്ടാണ്. ചിലപ്പോൾ ഇവർ നിങ്ങളോട് ഇതുവരെയും പറഞ്ഞിട്ടില്ലായിരിക്കാം ഇവർ ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്ന്. അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള മോശം അവസ്ഥയിലായിരിക്കും ഇവർ ഉള്ളത്. നിങ്ങൾക്ക് വിഷമാവുമെന്ന് വിചാരിച്ച് നിങ്ങളോട് പറയാത്തതായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് എന്നോട് കാണിക്കാത്തത് എന്നാണ്. പക്ഷേ ഇവരുടെ മുഖത്ത് ആ ഒരു ഫ്രഷ്നെസ്സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റോ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല. ഒരു വിഷമഭാവമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അവർ നിങ്ങളോട് ഉള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാത്തത്. ഇവിടെ ഇവർ ഒത്തിരി വിഷമിക്കുകയാണ്. നിങ്ങളോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാഡ്ലി ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അവരുടെ അവസ്ഥ ഇതാണ്, നിങ്ങളത് മനസ്സിലാക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി വേദനിക്കുകയാണ് ഇവർ. അപ്പോൾ വരാൻ പോകുന്ന 8 ദിവസം വരെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കത്തില്ല. അത് കഴിഞ്ഞ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അത്രമാത്രം വിഷമവും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളോട് പറയാതെ കാണിക്കാതെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നില്ല. അപ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുമോ എന്ന്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് തരുമോ എന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ആൻസർ, നിങ്ങൾ ഒരു പ്രതീക്ഷ വയ്ക്കുക നിങ്ങളുടെ പേഴ്സണിൽ. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു അവസ്ഥ മോശമായതുകൊണ്ടാണ് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതും നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതിരിക്കുന്നതും. അപ്പോൾ ഇവർ ഏതോ ഒരു സിറ്റുവേഷനിൽ ട്രാപ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വരാൻ പോകുന്ന സമയം കാര്യങ്ങളെല്ലാം നേരെയാകുന്നതാണ്, എല്ലാം നിങ്ങൾക്ക് ഫേവറിൽ വരുന്നതാണ്. ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിലല്ല. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷയോടെ നിങ്ങൾ പേഴ്സണെ വിശ്വസിച്ച് കാത്തിരിക്കേണ്ടതാണ്. ഇവിടെ മിക്കവാറും ആൾക്കാരുടെ ലൈഫിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ചേഞ്ചസ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏതവസ്ഥയിലാണോ നിങ്ങളുടെ പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിലൊരു മാറ്റം 3 ആഴ്ചയ്ക്കുള്ളിൽ വരുന്നതാണ്. ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് സിറ്റുവേഷനാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇനി വരാൻ പോകുന്ന സമയം പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചസ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ എല്ലാം നല്ലതായിട്ടാണ് നടക്കുന്നത് എങ്കിൽ മുന്നോട്ടും കൂടുതൽ നല്ല രീതിയിലായിരിക്കും എല്ലാം നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലോ ആ ഒരു തേർഡ് പാർട്ടി എൻഡ് ആകുമോ ഉടനെ എന്നാണ്. അപ്പോൾ ആൻസർ, ഇപ്പോൾ ഉടനെ ഉണ്ടാവത്തില്ല എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴാണ് തേർഡ് പാർട്ടി റിലീസായി പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത്, എങ്ങനെയാണോ തേർഡ് പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ കർമ്മ അസോസിയേറ്റഡ് ആയിട്ടിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും റിലീസിങ് ഉണ്ടാവുക എന്നാണ്. ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 2 ആണ്. 2 വീക്ക് അല്ലെങ്കിൽ 2 മന്ത് എടുക്കും ഈ ഒരു തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും എൻഡ് ആകാൻ അല്ലെങ്കിൽ റിലീസായി പോവാനെന്നാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ആ ഒരു ബന്ധം ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ആ ഒരു ബന്ധം തിരിച്ച് എനിക്ക് പഴയതുപോലെ ആകുമോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ ഈ ഒരു ബന്ധം തകരാറിലാവാൻ കാരണം ഇവരുടെ മേൽ എന്തോ ഒരു ഉത്തരവാദിത്വം വന്നു. അത് കാരണമാണ് ഇവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം തകർന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ബന്ധം പെട്ടെന്ന് തകർന്നതല്ല. ഒത്തിരി ആൾക്കാരുടെ കളികൾ ഈ ഒരു ബന്ധത്തെ തകർക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അവർ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ഈ ഒരു ബന്ധം തകർത്തതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു ബന്ധം പഴയതുപോലെ ആകുമോ എന്ന് ചോദിച്ചപ്പോൾ ഏഞ്ചൽസ് പറഞ്ഞത് ബാലൻസ് ഔട്ട് ആകും. പക്ഷേ പഴയതുപോലെ ആകാൻ കുറച്ചും കൂടെ ടൈം എടുക്കും. 6 മാസമെങ്കിലും എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് പഴയതുപോലെ ആദ്യം ഫ്രണ്ട്സായി പിന്നെ എല്ലാം പഴയതുപോലെ ആവാൻ കുറച്ച് സമയമെടുക്കും. നിങ്ങളുടെ പേഴ്സണും ബാലൻസ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് കുറച്ച് സമയം എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ആരിലോ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആണ്. നിങ്ങൾക്ക് അവരോട് ഭയങ്കരമായിട്ട് സ്നേഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ചോദ്യം ഇതാണ്, അതായത് നിങ്ങൾ അവരോട് നിങ്ങളുടെ മനസ്സിലെ സ്നേഹം പറയുമ്പോൾ അവർ നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കും? യെസ് പറയുമോ നോ പറയുമോ എന്നാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വന്നിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ അവരോട് നിങ്ങളുടെ മനസ്സിലെ ഇഷ്ടം പറയാൻ പോകരുത്. മാക്സിമം 9 വീക്സ് എങ്കിലും വെയിറ്റ് ചെയ്യണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. കാരണം ഈ ഒരു ടൈം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സഫറിങ് ആ ഒരു എനർജിയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഫെബ്രുവരി ആകുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ സ്നേഹം നിങ്ങൾ അവരോട് പറയുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു സിറ്റുവേഷൻ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് എല്ലാത്തിനും ഞാനിവിടെ നോ നോ പറയുന്നത്, കുറച്ച് സമയം എടുക്കുമെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇനി വരുമോ അതോ ഞങ്ങൾ മൂവ് ഓൺ ചെയ്യട്ടെ? ഇങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കാൻ വയ്യ എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് ഫാമിലി റീസൺ കാരണമാണ് ഇവർ ഇങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷനിലാക്കുന്നത് നിങ്ങളെ. മെയിനായിട്ട് ഫാമിലി റീസൺ, ലോകം എന്ത് വിചാരിക്കും, സമൂഹം എന്ത് വിചാരിക്കും, കുടുംബത്തിലുള്ളവർ എന്ത് വിചാരിക്കും, ഫാമിലിയിലുള്ളവർ എന്ത് വിചാരിക്കും, അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും, അങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇവർ ചിന്തിക്കുന്നു. ഫാമിലി റീസൺ തന്നെയാണ് മിക്കവാറും പേഴ്സൻ്റെയും ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ അവർക്ക് സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് അവരുടെ കൂടെ നിന്ന് ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി അവരെ സഹായിക്കേണ്ടതാണ്. കാരണം ഇതിൽ നിന്ന് പുറത്തു വന്നാൽ അവർ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കുന്നതാണ്.
ഇവിടെ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ വരികയാണ് എങ്കിൽ നിങ്ങൾ 1 മന്ത് വെയിറ്റ് ചെയ്യുക ഇവർക്ക് വേണ്ടി. ഇനി നിങ്ങളിപ്പോൾ ചോദിച്ചൊക്കെയാണ് മൂവ് ഓൺ ചെയ്യണമോ, എനിക്കിനി പറ്റത്തില്ല, ഞാൻ മൂവ് ഓൺ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. അതിനും ആൻസർ 1 മന്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.